കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഹൃദയത്തിൽ പച്ച പുതച്ചൊരു നാടുണ്ട്. മേഘങ്ങൾ തൊട്ടുരുമിപ്പോകുന്നൊരിടം. അതാണ് മൂന്നാർ. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് തണുപ്പും കോടമഞ്ഞും ഓടിയെത്തുമല്ലേ? വെറും മഞ്ഞും മഴയും മാത്രമല്ല, അതിനപ്പുറം വലിയൊരു ചരിത്രവും കഥകളും ഉറങ്ങുന്ന മണ്ണാണ് മൂന്നാറിൻ്റേത്. അപ്പോൾ നമുക്ക് ആ കഥകളിലേക്ക്, ആ ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിച്ചാലോ? അപ്പോൾ ഈ മൂന്നാർ എന്ന പേര് അതെങ്ങനെയാ വന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സംഗതി സിമ്പിളാണ്. 3 ആറുകൾ, അതായത് മുതിരപ്പുഴ, കന്നിമല, പിന്നെ കുണ്ടള, ഈ 3 പുഴകളും ഒന്നിക്കുന്ന ഇടം, അങ്ങനെയാണ് മൂന്നാർ എന്ന പേര് വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ തേയിലക്കുന്നുകൾക്കും റിസോർട്ടുകൾക്കുമൊക്കെ മുൻപ് ഒന്നാലോചിച്ചു നോക്കൂ, ഈ സ്ഥലം എന്തായിരുന്നിരിക്കും? പുറംലോകം എന്താണെന്ന് പോലും അറിയാത്ത, കാടിനെ മാത്രം സ്നേഹിച്ചു ജീവിച്ച, കുറച്ച് മനുഷ്യർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു ഡ്രമ്യൂച്ചി വനം. അതെ, ഈ തേയിലത്തോട്ടങ്ങൾ വരുന്നതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുന്നുകളിൽ ആളുകളുണ്ടായിരുന്നു. മുതുവാൻ, മന്നാൻ എന്നൊക്കെ പറയുന്ന ഗോത്രവിഭാഗങ്ങൾ. ഇതിൽ ഈ മുതുവാന്മാരുടെ കഥ രസകരമാണ്. ഒരു ഐതിഹ്യം തന്നെയുണ്ട് അതിനു പിന്നിൽ. പണ്ട് മധുരയിൽ നിന്ന് ശത്രുക്കളെ പേടിച്ച് ഓടിപ്പോരേണ്ടി വന്നപ്പോൾ അവരുടെ രാജാവിനെയും കുഞ്ഞുങ്ങളെയും മുതുകിൽ ചുമന്നാണത്രേ അവർ ഈ മലമുകളിലെ സുരക്ഷിത താവളങ്ങളിലേക്ക് എത്തിയത്. ആ മുതുക് ഇപ്പോഴും അവരുടെ പേരിന്റെ ഭാഗമായി കൂടെയുണ്ട്, മുതുവാന്മാർ. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ ശാന്തമായി ഒഴുകിപ്പോയി. പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ കഥയാകെ മാറി. ബ്രിട്ടീഷുകാർ വന്നു. അതോടെ മൂന്നാറിന്റെ തലവിധി തന്നെ എന്നേക്കുമായി മാറ്റിയെഴുതപ്പെട്ടു. 1.25 ലക്ഷം ഏക്കറിലധികം വനഭൂമി. ഒന്നോർത്തു നോക്കൂ, അത്രയും വലിയൊരു പ്രദേശം ഒരു വർഷത്തേക്ക് പാട്ടത്തിനെടുത്തത് എത്ര രൂപയ്ക്കാണെന്നറിയോ? വെറും 3000 രൂപയ്ക്ക്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ജോൺ ഡാനിയൽ മൺറോ എന്നൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പൂഞ്ഞാർ രാജാവുമായുണ്ടാക്കിയൊരു ഡീലായിരുന്നു അത്. അതോടെ കണ്ണൻദേവൻ കുന്നുകൾ എന്നറിയപ്പെട്ടിരുന്ന ആ കാട് മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പരീക്ഷണശാലയായി മാറി. പിന്നെ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു, ഒരു സിനിമാ കഥ പോലെ. 1880-ൽ ആദ്യത്തെ തേയിലത്തൈ നട്ടു. നോക്കി നിൽക്കെ ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് മൂന്നാർ ഒരു ഭീമൻ തേയില സാമ്രാജ്യമായി വളർന്നു. കാര്യങ്ങൾ എളുപ്പമാക്കാൻ 1897-ൽ കണ്ണൻദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി, അതായത് നമ്മളിന്ന് പറയുന്ന KDHP വന്നു. പിന്നെന്താ, മലമുകളിൽ നിന്ന് തേയിലപ്പെട്ടികൾ താഴെ എത്തിക്കാൻ റോപ്പ് വേ, എസ്റ്റേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോറെയിലുകളിലൊന്നായ കുണ്ടളവാലി റെയിൽവേ. അങ്ങനെ കാടിനുള്ളിൽ ഒരു വ്യവസായ നഗരം തന്നെ പിറവിയെടുത്തു. പക്ഷേ നമ്മളിന്ന് ജീപ്പിൽ കറങ്ങി നടക്കുന്ന പോലൊരു സ്ഥലമായിരുന്നില്ല അന്നത്തെ മൂന്നാർ. ഒരിക്കലുമല്ല. ആ കാടിനെ വെട്ടിത്തെളിച്ച് തേയില നടാൻ വന്ന ആദ്യത്തെ സായിപ്പന്മാർ, അവർ നേരിട്ടത് മരണത്തെയായിരുന്നു. മലമ്പനി പടർന്നു പിടിക്കുന്ന കാട്, ആനയും കടുവയും കാട്ടുപോത്തുമൊക്കെ വിഹരിക്കുന്നിടം, റോഡില്ല, നിയമമില്ല, കാടിന്റെ നിയമം മാത്രം. ശരിക്കും ജീവൻ പണയം വെച്ചുള്ള കളിയായിരുന്നു അത്. മനുഷ്യനിങ്ങനെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും പ്രകൃതിക്ക് അതിൻ്റേതായ ചില പദ്ധതികളുണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന്. മൂന്നാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആകാശത്തുനിന്ന് പേമാരിയായി പെയ്തിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. 4850 മില്ലിമീറ്റർ. വെറും 3 ആഴ്ച കൊണ്ട് പെയ്ത മഴയുടെ കണക്കാണിത്. നമ്മുടെ നാട്ടിൽ ഒരു വർഷം മുഴുവൻ പെയ്യുന്ന മഴയുടെ ഇരട്ടിയോളം വരുമത്. ഒന്ന് ആലോചിച്ചു നോക്കും. 1924-ലായിരുന്നു ഈ സംഭവം. പക്ഷെ മലയാളം കൊല്ലവർഷം 1099 ആയിരുന്നതുകൊണ്ട് ചരിത്രത്തിലിത് 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ടു. ആ ഒരൊറ്റ സംഖ്യ മതി ആ ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ. ആ പെരുമഴയിൽ എന്താണ് സംഭവിച്ചതെന്നോ? കരിന്തിരി മല എന്നൊരു പടുകൂറ്റൻ മല, അത് അതേപൊടി ഇടിഞ്ഞു താഴേക്ക് വന്നു. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി. മൂന്നാർ ടൗൺ എന്ന് പറയുന്ന സ്ഥലം 3 ദിവസം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. പിന്നെ അവരത്രയും കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ആ റെയിൽവേ ലൈൻ, അത് പൂർണ്ണമായും തകർന്നുപോയി. പിന്നീട് ഒരിക്കലും അത് പുനർനിർമ്മിച്ചില്ല. 99-ലെ ആ വെള്ളപ്പൊക്കം മൂന്നാറിന്റെ ഭൂപടം മാത്രമല്ല, അവിടുത്തെ മനുഷ്യരുടെ ഓർമ്മകൾ പോലും മാറ്റിവരച്ചു. പ്രളയം കഴിഞ്ഞു. പതിറ്റാണ്ടുകൾ കടന്നുപോയി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനിയുള്ളത് മൂന്നാറിന്റെ 2ാം ജന്മത്തിന്റെ കഥയാണ്. കൊളോണിയൽ തേയിലത്തോട്ടത്തിൽ നിന്ന് ലോകമറിയുന്ന ഒരു വിനോദസഞ്ചാര പറുദീസയായി മൂന്നാർ മാറിയ കഥ. സ്വാതന്ത്ര്യം കിട്ടിയതോടെ ബ്രിട്ടീഷുകാർ പതിയെ കെട്ടുകെട്ടിത്തുടങ്ങി. അപ്പോൾ ആരാണ് ഈ തോട്ടങ്ങൾ ഏറ്റെടുക്കുക? അവിടെയാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. 1964-ൽ ഇന്ത്യയുടെ സ്വന്തം ടാറ്റ ഗ്രൂപ്പ് ബ്രിട്ടീഷ് കമ്പനിയായ ഫിൻലേയുമായി ചേർന്ന് മൂന്നാറിലേക്ക് വരുന്നു. പതിയെ 1983 ആയപ്പോഴേക്കും തോട്ടങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ടാറ്റയുടെ കയ്യിലായി. പക്ഷേ ഏറ്റവും വലിയ വിപ്ലവം നടന്നത് 2005-ലാണ്. അവിടെ പണിയെടുത്ത ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തന്നെ ആ തോട്ടങ്ങളിൽ ഓഹരി ഉടമസ്ഥാവകാശം കിട്ടി. ലോകത്ത് തന്നെ അപൂർവമായൊരു മാതൃകയായിരുന്നു അത്. അപ്പോൾ നോക്കൂ, മൂന്നാറിന് 2 മുഖങ്ങളുണ്ട്. പണ്ട് അതൊരു കൊളോണിയൽ ഔട്ട്പോസ്റ്റായിരുന്നു. തേയില മാത്രം. എസ്റ്റേറ്റ് ബംഗ്ലാവുകളും പ്ലാന്റർമാരും തൊഴിലാളികളും, അതായിരുന്നു ലോകം. പക്ഷെ ഇന്ന് മൂന്നാർ ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഹബ്ബാണ്.
രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ടൂറിസ്റ്റ് സീസൺ നോക്കിയാണ്. ആ പട്ടണത്തിന്റെ ഹൃദയമിടിപ്പ് തന്നെ തേയിലയിൽ നിന്ന് ടൂറിസത്തിലേക്ക് പൂർണ്ണമായും ഷിഫ്റ്റായി. കണക്കുകൾ നോക്കിയാൽ ഈ മാറ്റം വളരെ വ്യക്തമാണ്. ഇന്ന് മൂന്നാറിന്റെ വരുമാനത്തിന്റെ 60% വരുന്നത് ടൂറിസത്തിൽ നിന്നാണ്. തേയില ഇപ്പോഴും കൊണ്ട് ഒരു 30%. പക്ഷെ കളി മാറിയിരിക്കുന്നു. ടൂറിസമാണ് ഇവിടുത്തെ പുതിയ രാജാവ്. ഈ മാറ്റം ഒരുപാട് പേർക്ക് നല്ല ജീവിതം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ പുതിയ തലവേദനകളും കൊണ്ടുവന്നു. ഈ ചരിത്രവും സാമ്പത്തികശാസ്ത്രവും ഒക്കെ മാറ്റി നിർത്തിയാൽ എന്താണ് ശരിക്കും മൂന്നാർ? അതൊരു പ്രകൃതിയുടെ അത്ഭുതലോകമാണ്. ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ചില കാഴ്ചകളുണ്ടിവിടെ. ഇരവികുളം നാഷണൽ പാർക്കിലെ വരയാടുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന അവയുടെ ഏറ്റവും വലിയ സങ്കേതം ഇവിടെയാണ്. പിന്നെ 12 വർഷം കാത്തിരിക്കണം ഒരു കാഴ്ച കാണാൻ. നീലക്കുറിഞ്ഞി പൂക്കുന്നത്, മലഞ്ചെരിവുകൾ മുഴുവൻ നീലക്കടൽ പോലെയാകുന്ന ആ കാഴ്ച. അടുത്തത് 2030-ലാണ്, മറക്കണ്ട. കൂട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയും. ഇതൊക്കെയാണ് മൂന്നാറിനെ മൂന്നാറാക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഈ പറുദീസ ഇന്ന് ശ്വാസം മുട്ടുകയാണ്. താങ്ങാവുന്നതിലധികം ആളുകൾ, എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ, പലതും നിയമവിരുദ്ധമായി പണിതത്. ഇതിനെല്ലാം പുറമെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീഷണിയും. സത്യം പറഞ്ഞാൽ മൂന്നാറിന്റെ അതിലോലമായ പ്രകൃതിക്ക് ഇതെല്ലാം താങ്ങാൻ പറ്റുന്നില്ല. വികസനം വേണോ അതോ സംരക്ഷണം വേണോ എന്ന വലിയൊരു ചോദ്യത്തിന് മുന്നിലാണ് ഇന്ന് മൂന്നാർ നിൽക്കുന്നത്. അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അതിജീവിച്ചു, 99-ലെ മഹാപ്രളയത്തെ അതിജീവിച്ചു. അങ്ങനെ ചരിത്രത്തിലെ പല വെല്ലുവിളികളെയും അതിജീവിച്ച മൂന്നാറിന് നമ്മളെ അതിജീവിക്കാൻ കഴിയുമോ? അതെ, നമ്മൾ ഓരോരുത്തരെയും. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം ആ നാടിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ്.